എൻ്റെ ആ ഒരു 16 വയസ്സ് 17 വയസ്സുകാരിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് എൻ്റെ ഏറ്റവും നല്ല മൊമെന്റ്സ് ഞാൻ ചെറിഷ് ചെയ്യുന്ന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രണയമൊക്കെ ആ എഴുത്തുകളിലായിരുന്നു സത്യത്തില്. എനിക്ക് അല്ലാതെ ഡയറക്റ്റ് എന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നോക്കിയാലും ഞാൻ ഇത് ഭയങ്കര പ്രണയിച്ചത് ബ്യൂട്ടിഫുൾ മൊത്തം ആയിരുന്നു. ഈ എഴുത്തുകളിലൂടെ എന്നെ പ്രണയിച്ച അറിയാൻ വയ്യാത്ത എവിടെയോ ഇരിക്കുന്ന സ്ട്രേഞ്ചേഴ്സിനെയാണ്. ഇതാരാണിത്? ഭയങ്കര മനോഹരമാ. ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇത്ര വർഷങ്ങളായില്ലേ. ഇത്ര മനോഹരമായിട്ട് ഇവര് എഴുതുന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അത് 128 എഴുത്തുകളുണ്ടായിരുന്നു മൊത്തം കൂടെ. ഒരു മാസം കൊണ്ട് വന്നതാണ്. 7, 8, 6 അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് 128 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഉടനെ തന്നെ നഴ്സിങ്ങിന് പോകാനായിട്ട് 16 വയസ്സിൽ മോചിത്രം വരുന്നു. 17 വയസ്സിൽ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിങ്ങിന് പോന്നു. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം അന്ന് അപ്പൻ ഇത് എല്ലാം ഒന്നും അപ്പോഴാണ് അപ്പൻ സത്യം ചെയ്യിപ്പിച്ചത് അല്ലേ? അതെ. അപ്പനപ്പം ഇതെല്ലാം ഒന്നും വായിച്ചില്ല. കുറച്ചൊക്കെ വായിച്ചിട്ടങ്ങ് പുള്ളിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നോട്ടമൊക്കെ ആയിരുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ. പക്ഷെ ഞാൻ ആ എഴുത്തുകളൊക്കെ ഇങ്ങനെ നിധി പോലെ എൻ്റെ ഒരു ട്രങ്ക് പെട്ടിയല്ല അന്ന്. യെസ്, ഈ യെസ്. കുഞ്ഞൊരു പെട്ടി അലുമിനിയം അല്ലേ? പോലത്തെ അതെ, അതെ, അതെ. ഒരു കുഞ്ഞ് പെട്ടി എനിക്കുണ്ടായിരുന്നു. അതായത് എൻ്റെ ഇങ്ങനത്തെ ഇഷ്ട സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നൊരു പെട്ടിയുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ എഴുത്തുകൾ 128 എണ്ണം ഒരു തുണിയുടെ ഒരു റിബൺ, മുടിയെ കെട്ടുന്ന റിബൺ ഉണ്ടല്ലോ, അത് വെച്ച് കെട്ടി ആ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടാണ് ഞാൻ നഴ്സിങ്ങിന് പോകുന്നത്. അപ്പം അതിനകത്ത് എൻ്റെ കുറേ ഫേവറേറ്റ് സാധനങ്ങൾ, ഞാൻ കുഞ്ഞിലേ പിറക്കിയ കുഞ്ഞിക്കുരുക്കൾ, അഞ്ചാടിക്കുരുക്കൾ, അതുപോലെ പിന്നെ കടലിൽ നിന്ന് ഞാൻ എപ്പോഴും ടൂർ പോയപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ ശംഖുണ്ടല്ലോ, അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പെട്ടി. മനസ്സിലായില്ലേ? അതിൻ്റെ കുറച്ച് ഫോട്ടോസ്. അന്ന് അതാണ് പ്രൈവസി അതെ. അന്നത്തെ കാലത്ത് എൻ്റെ അല്ലേ? പെട്ടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ എഴുത്തുകൾ അതിനകത്ത് വെച്ചു. നഴ്സിങ്ങിന് പോകുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് 1 മന്ത് ലീവ് ഉണ്ട്. ഹൈദരാബാദിലാണ് ഞാൻ സെന്റ് തെരേസാസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് പോയത്. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഓടി വന്ന് ഈ പെട്ടി തുറക്കണം. ഈ പെട്ടി അവിടെ ഉണ്ടോ? ഞാൻ വെച്ചിട്ട് പോയ സ്പേസിൽ നിന്ന് പെട്ടി ഇച്ചിരിയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാരെങ്കിലും തുറന്നിട്ടുണ്ടോ? ഞാൻ വരുമ്പോഴേ എൻ്റെ ഫ്രീ സ്പേസിലെത്തി അപ്പോഴേ ഞാൻ ഈ പെട്ടി തുറക്കുക, ഇതെല്ലാം പരിശോധിക്കുക. പിന്നെ അങ്ങോട്ട് ഈ ഒരു മാസത്തിൽ ഞാൻ ഈ 128 എഴുത്തുകളും പലപ്പോഴായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ 4 വർഷങ്ങൾ കഴിഞ്ഞു. 5 വർഷമായപ്പോൾ ഞാൻ അവിടുന്ന് മുംബൈയിൽ സ്റ്റാഫ് നഴ്സായിട്ട് നാനാവതി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഓക്കെ. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്, ഞങ്ങളന്ന് ഹൈ റേഞ്ചിലാണ് താമസിക്കുന്നത്. തോപ്രാംകുടി എന്ന് പറയുന്ന അത് സ്ഥലം. ശരി. അമ്മയ്ക്ക് അവിടെയായിരുന്നു ജോലി. ഓ, അമ്മ ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ പതിയെ അന്നപ്പോഴത്തേക്ക് റിട്ടയർമെൻ്റ് ഒക്കെ ആയപ്പോഴത്തേനും അമ്മ റിട്ടയർ ആവുന്നിടം വരെ ഞങ്ങൾ അവിടെയായിരുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ നാട് പാലായാണ്. ഞങ്ങൾ ബേസിക്കലി പാലക്കാരാണ്. ഞാൻ ജനിച്ചതൊക്കെ ഭരണങ്ങാനത്താണ്. ഓ, അപ്പോൾ അമ്മയുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ഹൈ റേഞ്ചിലേക്ക് താമസിക്കാനായിട്ട് പോകുന്നതും ഒക്കെ കുഞ്ഞുനാളിൽ. അപ്പം അമ്മ റിട്ടയർ ആയോ അന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരണം എന്നുള്ള ഇതിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. അപ്പം ഞാൻ അവിടെ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ അവിടുത്തെ വീട് വിറ്റിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പാലാ സൈഡ്, ഇപ്പം ഞങ്ങളുള്ളത് മൂവാറ്റുപുഴ ഏരിയയിലാണ്, വാഴക്കുളം എന്ന് പറയും, അങ്ങോട്ടേക്ക് താമസം മാറുന്നു. ഞാൻ അവിടെ ഇല്ല വീട്ടിൽ. അപ്പോൾ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോരുവാണല്ലോ. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുംബൈയിലാണ്. അപ്പോൾ ഞാൻ അന്ന് ഫോൺ വിളിക്കുന്നു, പറയുന്നു വീട്ടിലെ അമ്മച്ചിയോടും ചാച്ചനോടും പറയുന്നു, എൻ്റെ പെട്ടി എടുക്കണം കേട്ടോ, മറക്കല്ലേ എന്ന് പറഞ്ഞ്. അപ്പം ആ അമ്മച്ചി പറഞ്ഞു എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഓർപ്പിച്ചുകൊണ്ടിരുന്നു, പെട്ടി എടുക്കണം. പക്ഷേ ഞാൻ വീണ്ടും ആ പുതിയ വീട്ടിൽ കാണാനായിട്ട് ഞാൻ വരുന്നത് 6 മാസങ്ങൾക്ക് ശേഷം. പെട്ടി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അത് ചാച്ച എടുത്ത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു, എഴുത്തെല്ലാം. ആ പെട്ടിയും കൊണ്ടുവന്നില്ല. കാരണം അതിനകത്ത് ചാച്ച തുറന്നു നോക്കുമ്പോൾ ഫുള്ള് ലവ് ലെറ്റേഴ്സ്. പുള്ളിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. എഴുത്തുകളും കുറച്ച് കുഞ്ഞിക്കുരു, മഞ്ചാടിക്കുരു. അയ്യോ, വല്ലാണ്ട് സങ്കടപ്പെട്ടല്ലേ? അന്ന്